ഹലോ ഗൈസ്, ഇന്ന് എന്റെ പരീക്ഷണം കുട്ടികളുടെ മേളിലാണ്. കുട്ടികൾ ആരും ഇനി ഒന്നും പറയരുത്. കാരണം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, അതായത് ഞാൻ ഉണ്ടാക്കി വരുമ്പോൾ എന്താവുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ടേബിൾ സ്റ്റാൻഡാണ്. അത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് നമ്മുടെ സ്ഥിര ആയുധം തന്നെ, ഐസ്ക്രീം സ്റ്റിക്ക്. കാരണം എനിക്കറിയാം അത് വെച്ചിട്ട് ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് അവസാനം ഒരു മെനയൊക്കെ വരും. അതിങ്ങനെ നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒട്ടിച്ചെടുക്കണം. കണ്ടോ, രണ്ട് മുകളിൽ നമുക്ക് ഇതേമാതിരി വേണം. പിന്നെ മണ്ടിക്കും തഴയിലും മൂലയിലും ഒക്കെ ഓരോരോ കമ്പ് നമുക്കിങ്ങനെ ഒട്ടിച്ചു വെക്കാം. കാരണം അതില്ലെങ്കിൽ കഞ്ചാവ് അടിച്ച മാതിരി ആടും ഗൈസ്. എൻ്റെ അങ്ങനെ ആടിയായിരുന്നു, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ കൊണ്ട് മാത്രമേ എനിക്ക് എന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഗൈസ്. പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിൽ നിങ്ങൾ പറയണം. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറെ കമ്പുകൾ ഒട്ടിച്ച് വെക്കുക. അത് ആടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. എന്നിട്ട് അത് നന്നായിട്ട് ഒട്ടണം, അല്ലെങ്കിൽ ശരിക്കും കിടന്ന് ആടും ഗൈസ്. അത് കണ്ടോ, അവസാനം ഇങ്ങനൊരു രൂപം അല്ല, ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. പിന്നെ കുറച്ച് പേപ്പർ വേണം. കുറച്ച് പേപ്പറൊന്നും വേണ്ട, ഒരു പേപ്പർ മതി. ഒരു പേപ്പർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ആ സ്റ്റാൻഡിന്റെ വലുപ്പത്തിലുള്ള ഒരു പേപ്പറാണ് വേണ്ടത്. എന്നിട്ട് ഇതെന്തിനാന്ന് മനസ്സിലായി കാണുമല്ലോ, നമുക്ക് ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് അലങ്കാരപ്പണികളൊക്കെ വേണമല്ലോ. അപ്പോൾ സബ്ജക്റ്റ് എഴുതാൻ വേണ്ടി കുറച്ച് കോളങ്ങൾ ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിലിങ്ങനെ സബ്ജക്റ്റ് എഴുതണം. താഴെയുള്ള താറാവിനെ ആരും ശ്രദ്ധിക്കണ്ട, അത് എൻ്റെ വേറൊരു കയ്യബദ്ധമാണ് ഗൈസ്. അപ്പൊ അങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ട് അങ്ങനെ വരച്ചെടുത്തിട്ട് അതിനകത്ത് കുറെ സബ്ജക്റ്റിന്റെ പേരൊക്കെ എഴുതി അടിപൊളിയാക്കി സെറ്റാക്കി വെക്കും മക്കളെ. കണ്ടോ ഗൈസ്, ഫൈനൽ എന്റെ സ്റ്റാൻഡിന്റെ ലുക്ക് ഞാൻ കുറച്ച് മോഡിഫൈ ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം രേഖ